എല്ലാവർക്കും നമസ്കാരം. ഒരു രേഷ്മ പി തങ്കച്ചൻ കോണ്ടന്റ് ആണ്. ഈ വിഷയത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഞാനിപ്പോൾ രേഷ്മ പി തങ്കച്ചൻ അല്ലെങ്കിൽ രേണു എന്ന് പറയുന്ന വ്യക്തിയെ കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ ഒന്നും വന്നതല്ല. പക്ഷേ അവരുടെ വിഷയങ്ങൾ സംസാരിക്കാതെ ഈ ഒരു കാര്യം സംസാരിക്കാൻ പറ്റില്ല. അതിനു മുൻപ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന രേഷ്മ പി തങ്കച്ചൻ്റെ സപ്പോർട്ടേഴ്സ് ആയിക്കോട്ടെ, ഹേറ്റേഴ്സ് ആയിക്കോട്ടെ, കിച്ചുവിനെ സ്നേഹിക്കുന്നവരായിക്കോട്ടെ, കിച്ചുവിനെ വെറുക്കുന്നവരായിക്കോട്ടെ, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. എനിക്ക് വ്യക്തമായിട്ടൊരു ഉത്തരം കമൻറ്റ് ബോക്സ് തരാൻ ദയവ് ചെയ്ത് നിങ്ങൾ സഹകരിക്കുക. എന്താണ് കിച്ചു ചെയ്ത തെറ്റ്? ഒരു 23 വയസ്സുകാരൻ, അവൻ്റെ കുട്ടിക്കാലത്ത് അവൻ അനുഭവിച്ച വിഷമങ്ങൾ, അവൻ അനുഭവിച്ച ട്രോമ, അതിൻ്റെ പേരിൽ അവൻ ലഹരിക്കടിമയായ കഥ തുടങ്ങി അവൻ്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളുടെ ഒരു 20% മാത്രം അവൻ്റെ ചാനലിൽ കൂടി സംസാരിക്കുകയുണ്ടായി. ആ സംസാരിച്ചതിനകത്ത് അവൻ്റെ കൊല്ലത്തുള്ള വീട്ടുകാരെക്കുറിച്ച് പറഞ്ഞു, അവനെ ഒഴിവാക്കിപ്പോയ അമ്മയെക്കുറിച്ച് പറഞ്ഞു, അവൻ്റെ രണ്ടാം അമ്മയെക്കുറിച്ച് പറഞ്ഞു, അവൻ്റെ മൂന്നാം അമ്മയെക്കുറിച്ച് പറഞ്ഞു, ആ അമ്മയുടെ വീട്ടുകാരെക്കുറിച്ച് പറഞ്ഞു, അവൻ്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ എല്ലാം സംസാരിച്ച് അവൻ്റെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഒരു ടീഷർട്ടിൻ്റെ ബ്രാൻഡ് തുടങ്ങി, അതുപോലെ പ്രൊമോഷൻ വീഡിയോകൾ അവൻ ചെയ്യുന്നു. അവൻ്റെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആർക്കാണ് അത് സഹിക്കാത്തത്? നിങ്ങൾ എനിക്കൊരു മറുപടി തരുമോ? എൻ്റെ വീട്ടിൽ എനിക്കൊരു അനിയനുണ്ട്. ഇതേ പ്രായമാണ്, അവൻ 23 വയസ്സാണ്. ജീവിതം ഒരു കരക്കടിപ്പിക്കാൻ വേണ്ടി ആ പ്രായത്തിലുള്ള കുട്ടികൾ ഓടുമ്പോൾ നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്? അതോ അവൻ പണ്ട് ചെയ്ത തെറ്റുകൾ പറഞ്ഞുകൊണ്ട്, കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് അവനെ ഭീഷണിപ്പെടുത്തി, അവൻ്റെ മനസ്സിനില്ലാതാക്കി, അവനെ താറടിച്ച് അവനെ ചവിട്ടി തേക്കാണോ വേണ്ടത്? നിങ്ങളുടെ മക്കളോടാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പെരുമാറുമോ? ഇന്ന് കിച്ചുവിനെതിരെ വാളെടുക്കുന്നവരുടെ എൻ്റെ ചോദ്യം. നിങ്ങളുടെ മക്കളാണ് കിച്ചുവിൻ്റെ സ്ഥാനത്തെങ്കിൽ അവൻ്റെ ബാല്യകാലത്ത് അവനുണ്ടായ ട്രോമകൾ, അതിലൂടെ അവൻ ചെന്ന് ചാടിയ കൂട്ടുകെട്ടുകൾ, ഇതെല്ലാം അവനെ കൊണ്ട് എത്തിച്ച് ചിലപ്പോൾ തെറ്റായ മാർഗ്ഗങ്ങളിലേക്കായിരിക്കും. എന്നാൽ ഇന്ന് അതെല്ലാം മനസ്സിലാക്കി അവൻ നേരിൻ്റെ പാതയിലൂടെ, ശരിയുടെ പാതയിലൂടെ അവൻ്റെ അച്ഛൻ്റെ പേര്, മൂന്നാം അമ്മയാൽ നഷ്ടപ്പെട്ട അവൻ്റെ അച്ഛൻ്റെ പേര് അവൻ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ആർക്കാണ് വിഷമിക്കുന്നത്? ആർക്കാണ് വേദനിക്കുന്നത്? കുറേ അധികം കമൻറ്റുകൾ കണ്ടു. കിച്ചു നന്ദിയില്ലാത്തവനാണ്, കിച്ചു അങ്ങനെയാണ്, കിച്ചു ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റുകൾ കണ്ടു. അവനെ ഒരു കണ്ണ് തിരിഞ്ഞു നോക്കാതെ, അവനെ നോക്കി വളർത്താതെ, അമ്മ ചെയ്യുന്ന തെറ്റുകൾക്ക് കുടപിടിക്കാൻ വേണ്ടി നക്കാപ്പിച്ച കാശ് കൊടുത്ത് അവനെ നോക്കിയ അമ്മയെ അവൻ സപ്പോർട്ട് ചെയ്യണോ? ഇനിയും നിങ്ങൾ പറ. സബ്സ്ക്രിപ്ഷനിൽ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. അസുഖവും മരണവും ഒരാളെ വിശുദ്ധരാക്കുന്നില്ല. അതുവരെ ചെയ്ത കാര്യങ്ങൾ അപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. അവർ അസുഖം ഭേദമായിട്ട് തിരിച്ചു വരട്ടെ, നല്ല കാര്യമാണ്, വേണ്ടതൊന്നും പറയുന്നില്ല. നമ്മളെ മലയാളികൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്ത് തരം തെറ്റുകൾ ഒരാൾ ചെയ്താലും അയാൾക്കൊരു അവശത വന്നാൽ മലയാളികൾ കൂടെ നിൽക്കും. ഇത് മലയാളികളുടെ പ്രത്യേകതയാണ്. അതാണ് രേഷ്മ പി തങ്കച്ചൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടത്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, ഇന്നലെ നിങ്ങളെല്ലാവരും കണ്ടു കാണും മെയിൻ സ്ട്രീം ഓൺ ചാനലിൽ ബിഷപ്പ് ഫാദർ നോബൽ ഫിലിപ്പ് അമ്പലവേൽ അദ്ദേഹം കൊടുത്ത ഇൻ്റർവ്യൂ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അത് കേട്ടപ്പോൾ ലിറ്ററലി ഞാൻ ഞെട്ടിപ്പോയി. ആ മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങൾ ഇന്നും എൻ്റെ ചെവിയിൽ ഓടുന്നുണ്ട്. എന്നോട് പറഞ്ഞ കാര്യങ്ങൾ, ഈ രേഷ്മയെ കുറിച്ചും രേഷ്മയുടെ അച്ഛനെക്കുറിച്ചും ആ കുടുംബത്തെക്കുറിച്ചും എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ചെവി കൂടി ഓടുന്നുണ്ട്. ആ മനുഷ്യൻ ഇന്നലെ വന്നിട്ട് രേഷ്മനെ അദ്ദേഹം സപ്പോർട്ട് ചെയ്തോട്ടെ, അത് അദ്ദേഹത്തിൻ്റെ കടമയാണ്. ഒരു വൈദികനാണ്, ഒരു ദൈവപുത്രനാണ്, ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്. വീണ് കിടക്കുന്നവനെ വീണ്ടും അടിക്കാൻ ഒരു ദൈവം പറഞ്ഞിട്ടില്ല. രേഷ്മേനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടോ രേഷ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ ഒരു തെറ്റുമില്ല. അദ്ദേഹത്തിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം അദ്ദേഹത്തെ ഓരോ വട്ടപ്പേരിട്ട് വിളിച്ചിട്ടും, അദ്ദേഹത്തെ അധിക്ഷേപിക്കാവുന്നതിൻ്റെ പരമാവധി അധിക്ഷേപിച്ചിട്ടും അദ്ദേഹം ആ സ്ത്രീയുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സ് തന്നെയാണ്. പക്ഷേ അത് പറയുമ്പോഴും അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു മകൻ അവനെ വീണ്ടും 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 സമൂഹത്തിന് മുന്നിൽ അധിക്ഷേപിക്കാൻ വേണ്ടി ഇട്ടുകൊടുക്കാൻ കാണിച്ച അദ്ദേഹത്തിന്റെ മനസ്സ്, അതിന് അംഗീകരിക്കാൻ പറ്റില്ല. ഫാദർ, താങ്കൾ ഇപ്പോൾ ചെയ്യുന്നത് തെറ്റാണ്. ദേവന്റെ സഹോദരനാണ്, സഹോദര തുല്യനാണ് എന്ന് താങ്കൾ പറഞ്ഞിട്ടുള്ളത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ആ സഹോദരനോട് ഞാൻ പറയുവാണ്, നിങ്ങൾ ഇന്നലെ ചെയ്തത് 100% തെറ്റാണ്. നിങ്ങൾക്ക് രേഷ്മ പി തങ്കച്ചനെ സപ്പോർട്ട് ചെയ്യാം, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് അവരെ ന്യായീകരിക്കാം, അവരെക്കുറിച്ച് നല്ലത് പറയാം, ഒരു കുഴപ്പമില്ല. അവരെ വാഴ്ത്തപ്പെട്ടവളായിട്ട് അവരോധിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ ബലിയാടാക്കാൻ ശ്രമിച്ചത് 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അവൻ്റെ ഭാവിയാണ് ഇല്ലാണ്ടാക്കാൻ നോക്കിയത്. എന്നാൽ ഈ സമൂഹത്തിൽ ഒരു വിഭാഗം ആൾക്കാരെങ്കിലും ഉണ്ട്, സത്യം മനസ്സിലാക്കുന്ന ആൾക്കാർ, സത്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാർ, സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ. ഫാദർ ഇപ്പോൾ ചെയ്തത് 100% തെറ്റാണ്. ഇതിനു വേണ്ടി താങ്കൾ എന്തൊക്കെ പറഞ്ഞാലും അത് ന്യായീകരിക്കാൻ പറ്റില്ല. ഒരു സ്ത്രീയെ നിങ്ങൾ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അച്ഛനും അമ്മയും ഇല്ലാത്തൊരു മകനെ നിങ്ങൾ തള്ളി പറഞ്ഞിരിക്കുകയാണ്. താങ്കൾ തന്നെ പറയാറുണ്ട്, ദൈവമക്കളെ ചേർത്ത് പിടിക്കുന്നതാണ് എൻ്റെ കടമ. എന്തേ കിച്ചു ആ ദൈവമക്കളിൽ പെടുന്ന ഒരാളല്ലേ? താങ്കൾ പറഞ്ഞ ദൈവമക്കളിൽ കിച്ചു പെടില്ലേ? എന്തുകൊണ്ടാണ് ഇപ്പോൾ കിച്ചുവിനെ താങ്കൾ ചേർത്ത് പിടിക്കാത്തത്? കിച്ചുവിനും ഋതപ്പിനും വേണ്ടി കൊടുത്ത വീടെന്ന് പറഞ്ഞ ആ വീട്ടിനകത്ത് കിച്ചുവിനൊരു മുറിയുണ്ട്, വേണമെങ്കിൽ വന്ന് വായടച്ച് വന്ന് താമസിച്ചോണം എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ്? ആ വീട് അവനുള്ള വീടല്ലേ? ഫാദർ എന്തിനാണ് രേഷ്മ പി തങ്കച്ചന്റെ വീട്ടിൽ രാത്രിയായാലും പകലായാലും വണ്ടികളുടെ ബഹളമാണ്, വണ്ടിയുടെ സൗണ്ട് കേട്ട് ഇരിക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വഴി അടച്ച് എന്തിനായിരുന്നു? ഫ്ലക്സ് വെച്ച് എന്തിനായിരുന്നു? ഈ വഴി പ്രവേശനമില്ല എന്ന് പറഞ്ഞ് എന്തിനാ ഫ്ലക്സ് വെച്ചത്? ഫാദർ എന്തിനായിരുന്നു രേഷ്മ പി തങ്കച്ചന്റെ പേരിൽ വക്കീൽ നോട്ടീസ് അയച്ചത്? അപ്പോൾ ഇതെല്ലാം മറന്നുകൊണ്ട് ഫാദർ അവരെ ചേർത്ത് പിടിക്കുന്നത് നല്ല കാര്യമാണ്. അവർ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് കാണിച്ച് തോന്നിയവാസങ്ങൾക്കെതിരായിട്ടാണ് ഫാദർ അന്ന് സംസാരിച്ചത്. അവരിന്ന് വീണ് കിടക്കുമ്പോൾ ഫാദർ അവരെ അടിക്കുന്നില്ല, പകരം ഫാദർ അവരെ ചേർത്ത് പിടിക്കുന്നു. ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ മകൾ എന്ന രീതിയിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ അവരെ ചേർത്ത് പിടിക്കുന്നു. എന്നാൽ ഇപ്പുറത്ത് ആ മകനെ താങ്കൾ സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പിൽ ഇട്ടുകൊടുത്തു. അവൻ അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തത്? അവൻ ചെയ്ത ആകെ ഒരു തെറ്റ്, ഞാൻ മനസ്സിലാക്കുന്ന ഒരു തെറ്റ്, അവൻ്റെ അമ്മയെ കാണാൻ പോകുന്ന സമയത്ത് അവൻ ഒരു വീഡിയോ ചെയ്തു, സങ്കടപ്പെടുന്നവരുടെ സങ്കടമൊക്കെ മാറട്ടെ, ഞാൻ അമ്മയെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട്.
വേണ്ടിയിരുന്നില്ല, ആ വീഡിയോ വേണ്ടിയിരുന്നില്ല. ശരിയാണ്, അവൻ അമ്മയെ കാണാൻ പോയി, അവിടെ അവൻ്റെ അമ്മ ഉണ്ടായിരുന്നില്ല. അവൻ ഹോസ്പിറ്റലിൽ പോയില്ല, അവൻ അനിയനെ കണ്ടിട്ട് അവൻ തിരിച്ചു വന്നു, അവൻ ഫോട്ടോ ഇട്ടു. അതിൻ്റെ പിന്നാലെ ഒരു വീഡിയോ വരികയാണ്. ആ വീഡിയോയിൽ കിച്ചുവിനെ അത്രമാത്രം അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ വീഡിയോ രേഷ്മ പി തങ്കച്ചൻ അവരുടെ പ്രൊഫൈലിലെ കൊളാബ് അക്സെപ്റ്റ് ചെയ്തു. അതിനർത്ഥം രേഷ്മ പി തങ്കച്ചൻ പറയാൻ ഉദ്ദേശിച്ച വാക്കുകൾ. ഓക്കെ, അതിന് മുൻപ് തന്നെ രേഷ്മ പി തങ്കച്ചൻ തന്നെ കിച്ചുവിനെ ഒരു വാക്ക് ഫോണിൽ വിളിക്കുന്നതിന് പകരം സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു, 11 വയസ്സ് മുതൽ ഞാൻ വളർത്തിയ എൻ്റെ മകൻ എന്നെ തിരിഞ്ഞു നോക്കിയില്ല, എന്തേ ഒന്ന് ഫോൺ ചെയ്ത് പറയാൻ തോന്നിയില്ലേ? അത് കിച്ചു പോയില്ലെങ്കിൽ അതിന് കാരണം എന്താണെന്ന് അവൻ വളരെ വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിൽ പറഞ്ഞു, എന്തുകൊണ്ട് അവൻ കാണാൻ പോയില്ല. പക്ഷെ അവൻ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ഈ അസുഖം രേഷ്മ പി തങ്കച്ചൻ ഓൺലൈൻ മീഡിയ വഴി പുറത്ത് വിട്ടതിൻ്റെ അന്ന് അവൻ അവരെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അവരുടെ ചേച്ചി ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ഇപ്പോൾ അവർക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവൻ തിരിച്ചു പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഞാൻ അമ്മയോട് നിന്ന് സംസാരിച്ചോട്ടെ. ഇവർ ഫോൺ കൊടുത്തില്ല അവൻ. അതിനുശേഷമാണ് അവൻ അവരെ വിളിക്കാതെയായത്. അത് കഴിഞ്ഞിട്ട് ഇവർ വീഡിയോയിൽ അവൻ വന്നില്ല എന്ന് പറയുന്നു, അവൻ പോയി കാണാൻ ശ്രമിക്കുന്നു, കാണാൻ പറ്റിയില്ല. അല്ലെങ്കിൽ അവൻ വീട്ടിൽ ചെന്നു, കാണാൻ പറ്റിയില്ല, അവൻ ഹോസ്പിറ്റലിൽ പോയില്ല. തിരിച്ചവൻ വന്നിട്ട് ഈ വീഡിയോ കണ്ടിട്ട്, രേഷ്മ പി തങ്കച്ചൻ കൊളാബ് ചെയ്ത വീഡിയോ കണ്ടിട്ട് അവൻ അതിനൊരു മറുപടി പറഞ്ഞു. കിച്ചു ഇന്നേ വരെ ഇവരെക്കുറിച്ച് ഒരാളോട് മോശമായിട്ട് സംസാരിക്കാൻ പോയിട്ടില്ല. ഉണ്ടോ? ഏതെങ്കിലും വീഡിയോയിൽ വന്നിട്ട് അവൻ അനാവശ്യമായിട്ട് ഒരു വിഷയം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇവർ പറഞ്ഞതിന് മറുപടി അവൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? സബ്സ്ക്രിപ്ഷൻ തുടങ്ങി രേഷ്മ പി തങ്കച്ചൻ സബ്സ്ക്രിപ്ഷനകത്ത് ചില ഗോഷ്ഠികൾ കാണിച്ച് കണ്ടപ്പോൾ അവൻ്റെ കൂട്ടുകാരുടെ മുഖത്ത് നോക്കണം. 23 വയസ്സുള്ള പയ്യനാണ്. അവൻ്റെ കൂട്ടുകാരുടെ അമ്മമാരുടെ മുഖത്ത് അവനെ നോക്കണം. ഇതൊന്നും പറ്റാതെ വന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? അവർക്ക് മെസ്സേജ് അയച്ചു, ഒന്ന് നിർത്തിക്കൂടെ? ഇതൊന്ന് നിർത്തിയിരുന്നെങ്കിൽ ഋതപ്പൻ പഠിച്ചു വരികയല്ലേ, ഋതപ്പൻ്റെ സ്കൂളിലെ കുട്ടികൾ അവൻ എങ്ങനെയായിരിക്കും കാണുന്നത്? അപ്പോഴും അവൻ്റെ ബുദ്ധിമുട്ടല്ല പറയുന്നത്, ഋതപ്പനെ കുറിച്ചാണ്. അന്ന് രേഷ്മ പി തങ്കച്ചൻ കൊടുത്ത മറുപടി എന്താണ്? ഇതൊക്കെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്, എനിക്ക് കാശ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് നിർത്താൻ പറ്റില്ല എന്നായിരുന്നു. അവൻ അന്ന് നിർത്തി അവരുമായിട്ടുള്ള കോൺവെർസേഷൻ ആണല്ലോ. ഇതാണ് അവൻ വന്ന് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവൻ അങ്ങോട്ട് പോകാത്തതിന് കാരണമെന്നും അവൻ പറഞ്ഞു. അതിന് രേഷ്മ പി തങ്കച്ചൻ മറുപടി എന്താ പറഞ്ഞത്? സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ സമയത്ത് ഗുഡ് എന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചു. തുടങ്ങിയ സമയത്ത് അവൻ അറിയാമായിരുന്നോ ഇവരതിനകത്ത് ഇതാണ് കാണിക്കാൻ പോകുന്നതെന്ന്? സബ്സ്ക്രിപ്ഷൻ എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? തുണി അഴിച്ച് കാണിക്കലാണോ? അതാണോ സബ്സ്ക്രിപ്ഷൻ? അല്ലല്ലോ. അപ്പോൾ ഒരാളും ഒരു സ്ത്രീ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുമ്പോൾ ആദ്യം ചിന്തിക്കുന്ന അതൊന്നും അല്ല. തുടങ്ങിയോ, ഓക്കെ, സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാളാണ്, സോ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമായിരിക്കും, അതുകൊണ്ട് അവൻ ഗുഡ് എന്ന് പറഞ്ഞു. 500 പേരായെന്ന് പറഞ്ഞു, 600 പേരായെന്ന് പറഞ്ഞു. അതിനെല്ലാം അവൻ പ്രോത്സാഹിപ്പിച്ചു. സംഭവം ശരിയാണ്. മോനെ കിച്ചു, നീ അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ തുടങ്ങില്ലായിരുന്നു. ഒരു ന്യായീകരണം അല്ലത്. നിങ്ങൾ അതിനകത്ത് തോന്നിയവാസം കാണിച്ചപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, അമ്മയെ ചെയ്യല്ലേ പ്ലീസ് എന്നാണ് അവൻ പറഞ്ഞത്. അവൻ ശകാരിക്കോ, അവൻ വഴക്ക് പറയോ, അവൻ ചീത്ത പറയോ ഒന്നും ചെയ്തില്ല. അവൻ പ്ലീസ് എന്നാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങളത് കേട്ടില്ല, ചെവിക്കൊണ്ടില്ല. എന്നിട്ട് ഇപ്പോൾ അതും അവൻ്റെ തലയിൽ. നീ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നു എന്ന് പറയുന്നു. എന്തേ? അവൻ പറഞ്ഞല്ലോ, അപ്പോൾ നിങ്ങൾ നിർത്തിയോ? അപ്പോഴും നിർത്തിയിട്ടില്ല. അതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷേ ഞാനിത് പറഞ്ഞു പോകുമ്പോൾ അതൊന്നും പറയാതെ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ രേഷ്മ പി തങ്കച്ചൻ സോഷ്യൽ മീഡിയയിൽ കാണിച്ച തോന്നിയവാസങ്ങളെ കംപ്ലീറ്റ് ഫാദർ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. ചെയ്തോളൂ, ഒരു പ്രശ്നമില്ല. പക്ഷെ അവിടെ കിച്ചുവിനെ വലിച്ചിട്ടത് തെറ്റാണ് ഫാദർ, 100% തെറ്റാണ്. ഈ കിച്ചുവിനെക്കുറിച്ചും ഈ രേഷ്മ പി തങ്കച്ചനെക്കുറിച്ചും തങ്കച്ചനെക്കുറിച്ചൊക്കെ താങ്കൾ പറഞ്ഞ വാചകങ്ങൾ ഇപ്പോഴും ഓർമ്മയുണ്ട്, നല്ല ഓർമ്മയുണ്ട്. അതിൻ്റെ പലതും ഈ ഫോണിനകത്തും ഉണ്ട്. അതിന് മറുപടി ഞാനും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫാദറിനോടൊരു റിക്വസ്റ്റ്, കിച്ചുവിനെ വെറുതെ വിട്ടേക്ക്. കിച്ചുവായിട്ട് ഒരാളെ ഉപദ്രവിക്കാൻ വന്നിട്ടില്ല. നിങ്ങളുടെ പറമ്പിലോ നിങ്ങളുടെ ആ ബിൽഡിങ്ങിലോ അവൻ ആവശ്യമില്ലാതെ ഒരു ബഹളം ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടില്ല. അവൻ ആകെ വരുന്നത് അവൻ്റെ അനിയനെ കാണാൻ വേണ്ടി മാത്രമാണ്. അവൻ്റെ പേരിലും കൂടി ചേർത്ത് നിങ്ങൾ എഴുതി കൊടുത്ത വീടാണ്. പക്ഷെ നിങ്ങൾ ഇപ്പോൾ പറയുന്നത് എന്താണ്? അവനോടൊരു മുറിയുണ്ട്, വേണമെങ്കിൽ വന്ന് താമസിച്ചോണം, ബഹളം ഉണ്ടാക്കാതെ. എന്തോ ഭീഷണിപ്പെടുത്തുകയാണോ? ഫാദർ ഗുണ്ടയായി മാറുകയാണോ? രേഷ്മ പി തങ്കച്ചൻ്റെ കൊട്ടേഷൻ എടുത്തേക്കാണോ? അതാണോ നിങ്ങളുടെ ഉദ്ദേശം? കിച്ചുവിനെ നശിപ്പിക്കാൻ വേണ്ടി? അങ്ങനെയാണ് ഉദ്ദേശമെങ്കിൽ കിച്ചുവിന് വേണ്ടി സംസാരിക്കാൻ ഒരു സമൂഹമുണ്ട്. ഫാദർ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, കിച്ചു ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുകയാണെങ്കിൽ നാട്ടുകാരിളകും. രേഷ്മ പി തങ്കച്ചൻ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ, ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഫാദറിനോട് പറഞ്ഞിട്ടുണ്ട്, ഫാദറെ അവിടെയുള്ള ആൾക്കാരെ കൊണ്ട് അവരോടൊന്ന് സംസാരിപ്പിക്കുക. അന്ന് ഫാദർ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കാണുന്നുണ്ട് ഇവിടെയുള്ള ആൾക്കാരെ, കണ്ട് സംസാരിപ്പിക്കുന്നുണ്ട്. എത്ര പേര് ഫാദറിൻ്റെ കൂടെ നിന്നു? എത്ര പേര് നിന്നു? ഫാദർ വക്കീൽ നോട്ടീസ് അയച്ചു. എന്തിനായിരുന്നു? ഇന്ന് ഫാദർ പറയുന്നത് ആ സഹോദരി ഡിപ്രഷനിലൂടെ പോവാണ്. നമുക്ക് എന്തായാലും ഓരോരോ വീഡിയോ വെച്ച് ഫാദർ സംസാരിച്ച കാര്യങ്ങൾ കേട്ടുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. കാണാം ഓരോന്നായിട്ട്. അവർ രേണുസുതി ഒരു സാധു ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. കാരണം രേണുസുതി ഒരു സമ്പന്ന കുടുംബത്തിലെ ഒരു വലിയ കുലമഹിമയുള്ള ഒരു കുടുംബത്തിലെ വലിയ ഒരു യുവതിയായിരുന്നെങ്കിൽ ഇത്രയും ആൾക്കാരെ എറിയാനൊക്കത്തില്ല. അവരുടെ പേരിൽ നിയമ നടപടി ഉണ്ടായിരുന്നു. അതൊരു സാധു കുടുംബത്തിലെ മാതാപിതാക്കൾക്ക് ജനിച്ച ഒരു പെൺകുട്ടി ആയതുകൊണ്ട് വഴിയെ പോകുന്നവരൊക്കെ എല്ലാം ഒരു കല്ല് കിട്ടുമ്പോൾ എറിയാമെന്നുള്ളൊരു ചിന്തയിലാണ് ഇപ്പോഴേ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫാദർ എന്ത് ചിന്തയിലായിരുന്നു അപ്പോൾ അന്ന് എറിഞ്ഞത്? കുറച്ചുകൂടി കേട്ടിട്ട് സംസാരിക്കാം. അവർക്ക് അതിനെ അതിജീവിക്കാനുള്ള ശക്തി ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
അവർക്ക് മനസ്സ് വളരെ ദുഃഖത്തിലാണ്. ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട് പല സന്ദർഭത്തിൽ. വളരെ വേദനയിലാണ് കടന്നു പോകുന്നത്. വളരെ ദുഃഖം അവർക്കുണ്ട്. പക്ഷെ എന്നാലും അത് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാതെ അവർ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. അവർക്ക് ദൈവം ആയുസ്സ് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ, അവർ മടങ്ങി വരട്ടെ എന്നുള്ളത് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. നല്ല കാര്യം ഫാദർ. അവർ രക്ഷപ്പെട്ട് അവരുടെ അസുഖമൊക്കെ ഭേദമായിട്ട് എത്രയും വേഗം തിരിച്ചു വരട്ടെ. അതിനെ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ വിമർശിച്ച ആൾക്കാരും അവരെ തെറി പറഞ്ഞ ആൾക്കാരും അവർക്ക് മോശം കമൻ്റ് ഇട്ട ആൾക്കാരും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അവരിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വീണ്ടും പഴയ രേഷ്മ പി തങ്കച്ചനാവാൻ ശ്രമിക്കുവാണെങ്കിൽ അതിനെ വിമർശിക്കാനും ആൾക്കാരുണ്ടാവും. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിനൊരു ലൂപ്പ് പിടിച്ച് പോകാൻ വേണ്ടിയൊന്നുമല്ല. ഫാദറിന് ചില കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിക്കണം തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഫാദർ പറഞ്ഞു അവരൊരു സാധു കുടുംബത്തിലൊരു വ്യക്തി ആയതുകൊണ്ടാണ് ആൾക്കാർ വിമർശിക്കുന്നതെന്ന്. സോഷ്യൽ മീഡിയയിൽ ഫാദറിന് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഒരു സമയത്ത് രേഷ്മ പി തങ്കച്ചൻ്റെ വീഡിയോ വരാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ അവരെ വിമർശിച്ച് സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി കാത്തിരുന്ന ഒരു ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ ഉണ്ടായിരുന്നു. ഫാദർ മറന്നുപോയിട്ടുണ്ടാവും. ആ ഫാദറിൽ നിന്ന് ഇന്ന് രേഷ്മ പി തങ്കച്ചനെ താങ്ങി നിർത്തുന്ന ഫാദറിലേക്കുള്ള ഒരു പരാഗണം, അത് നല്ല കാര്യമാണ്. ഒരു ദൈവപുത്രൻ അങ്ങനെ ആവാൻ പറ്റുള്ളൂ. അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഫാദർ രേഷ്മ പി തങ്കച്ചനെ സപ്പോർട്ട് ചെയ്യണം. പക്ഷേ അവിടെ കിച്ചുവിനെ തൊടരുത്. ഞാൻ ഫാദറിൻ്റെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. ഇന്ന് ഫാദർ പറഞ്ഞു രേഷ്മ പി തങ്കച്ചൻ ഒരു സാധു കുടുംബത്തിലെ അംഗമായതുകൊണ്ടാണ് നാട്ടുകാർ അവരെ കല്ലെറിയുന്നത് എന്ന് പറഞ്ഞു. ഞാൻ ഫാദറിനൊരു വീഡിയോ കാണിക്കാം, ഒന്ന് ഓർമ്മിപ്പിക്കാം. അത് എന്തിനാണ് ഫാദർ അന്ന് പറഞ്ഞത്? അവരന്ന് സാധു കുടുംബത്തിൽ അംഗമല്ലായിരുന്നോ? നമുക്കൊന്ന് കണ്ടു നോക്കാം. 100% എനിക്ക് ഇതിനു മുൻപേ ഇന്നു വരെ എനിക്ക് ഒരു ത്രെട്ട് ഉണ്ടായിട്ടില്ല. വ്യക്തികളിൽ നിന്നോ കുടുംബങ്ങളിൽ നിന്നോ മറ്റിതര സ്ഥലങ്ങളിൽ നിന്നോ ത്രെട്ട് വന്നിട്ടില്ല. എൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം രേണുസുതിയും തങ്കച്ചനുമാണ്. ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്, തനിച്ച് പാർക്കുന്ന ഒരു മനുഷ്യനാണ്. എന്തേ ഫാദർ അന്ന് ഫാദർ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിൻ്റെ അന്ന് രേഷ്മ പി തങ്കച്ചൻ അഥവാ രേണുസുതിയും തങ്കച്ചൻ എന്ന് പറയുന്ന അവരുടെ അച്ഛനും സാധുക്കളല്ലായിരുന്നു? അന്ന് അവരുടെ ഭാഗത്തുനിന്ന് ത്രെട്ട് ഉണ്ടെന്നാണ് ഫാദർ പറഞ്ഞത്. ഇന്ന് ഫാദർ എന്താ പറയുന്നത്? അവർ സാധു കുടുംബത്തിൽ അംഗമായതുകൊണ്ടാണ് ആൾക്കാർ അവരെ കല്ലെറിയുന്നതെന്നാണ് പറയുന്നത്. എന്ത് നിലപാടാണ് ഫാദർ താങ്കൾക്കുള്ളത്? താങ്കൾ എനിക്ക് മനസ്സിലാവുന്നില്ല. ദൃശ്യത്തിൽ മറ്റേ മുരളി ഗോപി പറയുന്ന പോലെ, പ്രഭാകർ താങ്കൾ എനിക്ക് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞിട്ടില്ല. ഫാദറിന്റെ സംസാരം നമുക്ക് ഓരോന്നായിട്ട് കണ്ടു പോവാം. കിച്ചു ഇറക്കിയ ഒരു വീഡിയോ ഫാദർ അത് കണ്ടിട്ടുണ്ടായിരുന്നോ? ഞാൻ വീഡിയോ കണ്ടിട്ടില്ല. എന്നെ ഇന്നലെ വിദേശത്തു നിന്നൊക്കെ എൻ്റെ ബന്ധുമിത്രാദികൾ വിളിച്ച് സംസാരിച്ചു. ഇത് സാധാരണക്കാരോട് പറഞ്ഞില്ല വിശ്വസിക്കും, പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. രേഷ്മ പി തങ്കച്ചൻ അഥവാ രേണുസുതിയുടെ ഏത് കോണ്ടന്റ് വന്നാലും അത് കുത്തിയിരുന്ന് കണ്ട് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ബിഷപ്പ് ഫാദർ നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ. കിച്ചു പറഞ്ഞതാണെങ്കിലും രേഷ്മ പി തങ്കച്ചനെ ആരെങ്കിലും വിമർശിക്കുന്നതാണെങ്കിലും അവർ ചെയ്യുന്ന വീഡിയോ ആണെങ്കിലും ഇതെല്ലാം കണ്ട് ആനന്ദം കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഫാദർ നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ. അങ്ങനെയുള്ള ഒരാൾ ഞാൻ ഒന്നും കാണാറില്ല എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാനും മാത്രം മണ്ടനല്ല വ്യക്തിപരമായിട്ട് ഞാൻ. ബാക്കി ഇത്രയും രോഗക്കിടക്കയിലായിട്ട് ആ പ്രിയപ്പെട്ട സഹോദരി മരണത്തെ മുഖാമുഖമായി കണ്ട സന്ദർഭത്തിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത്. അതുപോലുള്ളൊരു സാഹചര്യം. കാരണം അവർ ICUവിലും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മളെന്ത് ചെയ്യണം? അങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്തെങ്കിലും ഒരു വേദനകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ആ സന്ദർഭത്തിലല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അത് പറയുകയോ എടുക്കുകയോ ചെയ്തു. അവർ സുഖം പ്രാപിച്ച് വന്ന ശേഷം ഒരു അമ്മയും മകനുമാണെങ്കിൽ അത് വീട്ടിൽ വെച്ച് പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ പരസ്പരം പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളാണ്. അതങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിലൂടെ മറ്റുള്ളവർക്ക് വിമർശിക്കാൻ ഒരു അവസരമാവുകയല്ലേ ഉള്ളൂ. ഫാദർ ഇപ്പം എന്താ ചെയ്യുന്നത്? കിച്ചു എന്ന് പറയുന്ന 23 വയസ്സുകാരനെ സോഷ്യൽ മീഡിയയ്ക്ക് ഇട്ടുകൊടുത്തു വിമർശിക്കാൻ വേണ്ടി. പക്ഷേ തലയിൽ ആൾതാമസമുള്ള ബോധമുള്ള ആൾക്കാർ വിമർശിക്കില്ല, അവനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് കിച്ചു അവിടെ പ്രതികരിച്ചത്? കിച്ചു ഒരു വീഡിയോ ചെയ്തത്. കിച്ചു കുട്ടിക്കാലത്ത് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഭീഷണിപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്. കിച്ചുവിൻ്റെ പല കാര്യങ്ങളും എനിക്കറിയാം, പല കാര്യങ്ങളും ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ് പലരും വന്ന് രംഗത്ത് വരുന്നുണ്ട്. ഇപ്പോൾ അവരെ വരുത്തുന്നുണ്ട്, എത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തിൻ്റെ ഒരു അജണ്ടയാണെന്നൊക്കെ മനസ്സിലാക്കാനും മാത്രമുള്ള ബോധമൊക്കെ മലയാളികൾക്കുണ്ട്. ഒരു വിഭാഗം മലയാളികൾക്കെങ്കിലും ഉണ്ട്. ഫാദർ ഈ പറഞ്ഞത് സത്യസന്ധമായിട്ടാണെങ്കിൽ, ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഫാദർ ആദ്യം ചെയ്യേണ്ടത് തൊട്ട് ഫ്രണ്ടിലുള്ള വീട്ടിൽ പോയിട്ട് അവിടെ രേഷ്മ പി തങ്കച്ചൻ ഉണ്ടാവും, അവരോട് പറയുക, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കരുത്, നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വിളമ്പരുത്, കിച്ചുവിനെ ആവശ്യമില്ലാണ്ട് സംസാരിക്കരുത്, കിച്ചുവിനെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല എന്ന് എന്തുകൊണ്ട് ഫാദർ പറയുന്നില്ല? ഫാദർ വീഡിയോ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. രേഷ്മ പി തങ്കച്ചൻ വന്നിട്ട് ഈ 11 വയസ്സ് മുതൽ അവനെ നോക്കിയ കഥ പറഞ്ഞപ്പോൾ അത് കണ്ടിട്ടില്ല എന്ന് ഫാദർ പറയുവാണെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. ബാക്കിയേക്കാം. രേണുസുതിക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. അവരവരുടെ രോഗവിവരങ്ങൾ അവരെ സ്നേഹിക്കുന്നവരെ അറിയിക്കുന്നു. അവരെ സ്നേഹിക്കുന്നവരും അവരെ ചേർത്ത് പിടിക്കുന്നവരെയും അവരുടെ അപ്ഡേറ്റ്സുകൾ അവർ അറിയിക്കാറുണ്ട്. എനിക്കിന്ന് ഓർമ്മയില്ല, ഇന്ന് ക്ഷീണമാണ്, അല്ലെ ഇന്ന് എനിക്ക് പ്രയാസമുണ്ട്, അല്ലെ ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അവരവരുടെ കാര്യങ്ങൾ അറിയിക്കുന്നു. അവരെ സ്നേഹിക്കുന്നവരത് കാണുന്നു.
അവരെ വിമർശിക്കേണ്ടവർ അതിൻ്റെ അടി കമന്റുകൾ എഴുതുന്നു. പക്ഷെ സ്വന്തം മകനെന്ന് അവർ വളർത്തിക്കൊണ്ട് വന്ന അങ്ങനെ അവർക്ക് എഗനസ്റ്റ് ആയിട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ മലർന്നു കിടന്ന് തുപ്പുന്ന പോലൊരു അനുഭവം ആ കൊച്ചു പയ്യൻ കാണിച്ചു വെച്ചിരിക്കുന്നു. അതെന്താ അച്ഛോ, അച്ഛൻ്റെ ദൈവത്തിൻ്റെ കുഞ്ഞാടായ രേഷ്മ പി തങ്കച്ചൻ അത് ചെയ്തത് അച്ഛൻ കണ്ടില്ലായിരുന്നോ? ഈ മലർന്നു കിടന്ന് തുപ്പിയത് കിച്ചു ചെയ്തപ്പോഴാണ് അച്ഛൻ കണ്ടത്. അല്ല, അച്ഛനൊന്നും കാണാറില്ല. വിദേശത്ത് നിന്ന് ആരൊക്കെയോ വിളിച്ചു പറഞ്ഞ കഥയാണല്ലോ അച്ഛൻ അറിയാവുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ രേഷ്മ പി തങ്കച്ചൻ യൂട്യൂബ് ചാനലിൽ ഇടുന്ന വീഡിയോകൾ ഈ അസുഖത്തെക്കുറിച്ച് മാത്രമാണെന്ന് അച്ഛൻ ചിന്തിക്കുന്നത്? കാണാതെയാണോ? അച്ഛനൊരു വൈദികനാണ്. അത് അച്ഛൻ മറന്നാലും ജനങ്ങൾ മറക്കത്തില്ല. അപ്പോൾ പറയുന്ന കാര്യങ്ങളിൽ അല്പമെങ്കിലും സത്യസന്ധമായിരിക്കണം. ഞാൻ വളരെ ബഹുമാനത്തോടെ പറയുകയാണ്, കള്ളത്തിന് കൂട്ടു നിൽക്കരുത്, കള്ളം കാണിക്കുന്നവർക്കും കൂട്ടു നിൽക്കരുത്. അച്ഛൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ മറുകണ്ഠം ചാടി ഇങ്ങനെ വിമർശിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഫാദർ നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി ആ ഒരു വ്യക്തിയെ സോഷ്യൽ മീഡിയയിലിട്ട് വട്ടപ്പേര് വിളിച്ചും അധിക്ഷേപിച്ചും ഫാദർ ആരാ, എൻ്റെ തന്തയാണോ എന്ന് വരെ രേഷ്മ പി തങ്കച്ചൻ ചോദിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഫാദറിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ രേഷ്മ പി തങ്കച്ചൻ പറയാൻ പാടില്ല. തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ്. ഫാദർ നിങ്ങളെ സഹായിച്ചിട്ടേ ഉള്ളൂ, ഫാദർ നിങ്ങൾക്ക് സ്ഥലം തന്നിട്ടേ ഉള്ളൂ, ഫാദർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുണ്ട്. അവരുടെ എല്ലാം മുഖത്തേക്ക് ഫാദർ കാർക്കിച്ച് തുപ്പ ചെയ്തേക്കുന്നത്. അന്ന് ഫാദറിന് യൂട്യൂബേഴ്സൊക്കെ നല്ല മഹാന്മാരായിരുന്നു. രേഷ്മ പി തങ്കച്ചൻ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ തുറന്ന് സംസാരിച്ച യൂട്യൂബേഴ്സ് അന്ന് ഫാദറിന് നല്ലവരായിരുന്നു. ചോദിക്കാനാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഫാദർ, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഞാൻ ഈ വീണ്ടും പറയുന്നു, കിച്ചുവിനെ വെറുതെ വിട്ടേക്ക്. അവൻ്റെ ജീവിതം ജീവിച്ച് പൊക്കോട്ടെ. അവൻ നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അങ്ങോട്ട് വരുന്നില്ല, വലിഞ്ഞേറി വരുന്നില്ല. അവൻ്റെ അനിയനെ കാണാൻ വരുന്നതാണ്. അവൻ അവകാശപ്പെട്ട ഭൂമിയിൽ ഫാദർ അവൻ്റെ പേരിലും അവൻ്റെ അനിയൻ്റെ പേരിലും എഴുതി കൊടുത്ത ഭൂമിയിൽ അവൻ്റെ അനിയനെ കാണാൻ വേണ്ടി വരുന്നതാണ്. അത് കാണും, അവൻ പൊക്കോളും. അവൻ്റെ വഴിക്ക് വിട്ടേക്ക്. നിങ്ങൾ ആരും തന്നെ ഇനിയും അവനെ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കയറാൻ ഇട്ട് കൊടുക്കരുത്. ഇതൊരു റിക്വസ്റ്റ് ആണ്, വാർണിംഗ് അല്ല, റിക്വസ്റ്റ് ആണ്. ഇനിയും അത് ചെയ്താൽ പല കാര്യങ്ങളും പറയേണ്ടി വരും. അതുകൊണ്ടാണ് ചെയ്യിപ്പിക്കരുത് പ്ലീസ്. ഫാദർ എന്നോട് സംസാരിച്ച പല കാര്യങ്ങളും എനിക്ക് പറയേണ്ടി വരും. രേഷ്മ പി തങ്കച്ചനെ കുറിച്ചും ഒക്കെ ഫാദർ സംസാരിച്ച കാര്യങ്ങൾ പൊതുമധ്യത്തിൽ എനിക്ക് പറയേണ്ടി വരും. എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കരുത് പ്ലീസ്. അവനെ വെറുതെ വിട്ടേക്ക്. എൻ്റെ അനിയൻ്റെ പ്രായമാണ് അവനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അവന് വേണ്ടി സംസാരിക്കുന്നത്. കുട്ടിക്കാലത്ത് അവൻ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് അവൻ്റെ ജീവിതം ഒരു കരക്കടിപ്പിക്കാൻ വേണ്ടി, അവൻ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. അവനെ വിട്ടേക്ക്. അവൻ ഉയർന്നു വരുന്ന കാണുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന കണ്ണുകടിയാണ് ഇന്ന് അവനെതിരെയുള്ള ഈ ആരോപണങ്ങൾക്കെല്ലാം കാരണം. അത് മനസ്സിലാക്കാൻ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. അതുകൊണ്ട് അവനെ വിട്ടേക്ക്. അപേക്ഷയാണ്, കേൾക്ക്. ഞാൻ അതുകൊണ്ട് എന്നെ എറിയുന്നവരെയും എന്നോട് പറയുന്നവരെയും ഒക്കെ ക്ഷമ കൊടുത്തുകൊണ്ട് ചേർത്ത് പിടിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്രയേ ഉള്ളൂ. അത് ഇനിയുള്ള കാലം അത്ര തന്നെ ഉള്ളൂ. ഒരിക്കലും ആ കുടുംബത്തെ ഒറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ആരെല്ലാം അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പ്രാർത്ഥനയിൽ അവരെ ചേർത്ത് പിടിക്കും, അവരെ സപ്പോർട്ട് ചെയ്യും. മാത്രമല്ല, അവരെ ഒരു തെറ്റും ചെയ്യുന്നവരല്ല. അവരെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ശരിയായിരിക്കാം, അവരുടെ പ്രയാസ സമയത്ത് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ടായിരിക്കും. ആ സഹായിച്ചവർക്ക് ആർക്കും പരാതിയില്ല. അവർക്ക് ഞാനൊക്കെ ആ കുടുംബത്തിൽ വലിയ സഹായമൊന്നും ചെയ്തിട്ടുള്ള ആളല്ല. ഞാൻ അങ്ങനെ ഫിനാൻഷ്യലായിട്ടൊന്നും ഒരു സഹായവും ഞാൻ ചെയ്തിട്ടില്ല. അച്ഛൻ അവർ സാധുക്കളാണ് അച്ഛോ. അച്ഛൻ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഒരു ചോദ്യം, അച്ഛൻ എന്തിനായിരുന്നു അവർക്ക് വക്കീൽ നോട്ടീസ് അയച്ചത്? ഈ രേഷ്മ പി തങ്കച്ചനും അതുപോലെ രാഹുൽ ദാസ് എന്ന് പറയുന്ന കിച്ചുവിനും നോട്ടീസ് അയച്ചത് എന്തിനായിരുന്നു? അവർ സാധുക്കളല്ലായിരുന്നോ? അച്ഛനോട് അവർ മാപ്പ് പറയണം, കിച്ചു ഉൾപ്പെടെ മാപ്പ് പറയണം എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തിനായിരുന്നു അത്? അവർ സാധുക്കളല്ലായിരുന്നോ? ആ വക്കീൽ നോട്ടീസ് അച്ഛൻ എന്തിനായിരുന്നു യൂട്യൂബേഴ്സിന് അയച്ചു കൊടുത്തത്? അച്ഛൻ ഇങ്ങനെ നോട്ടീസ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി എന്തിനായിരുന്നു യൂട്യൂബേഴ്സിന് അയച്ചു കൊടുത്തത്? അന്ന് അവർ സാധുക്കളല്ലായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ, ചോദ്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. ചോദിപ്പിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, കിച്ചുവിനെ വെറുതെ വിട്ടേക്ക്. അവൻ്റെ ജീവിതം ജീവിച്ച് മുന്നോട്ട് പൊക്കോട്ടെ. വെറുതെ വിട അവനെ. ഞാൻ കാണുന്നതും കേൾക്കുന്നതുള്ള അറിവെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണു സുധിയുമായിട്ട് ആൾക്കാരിങ്ങനെ ഇപ്പം മോള് പറഞ്ഞ പോലെ ശത്രുത ഉണ്ടെന്ന് പറഞ്ഞു. അല്ലാതെ ഞങ്ങൾ ഈ നാട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ആർക്കും തന്നെ രേണു സുധി എന്ന് പറയുന്ന ഈ സഹോദരിയോടോ അവരുടെ കുടുംബത്തോടോ യാതൊരു വിധമായിട്ടുള്ള ദേഷ്യമോ മറ്റിതരമായ കോപമോ ഒന്നും ആർക്കും ഇല്ല. ഇതിലൊരു തമാശ എന്താണെന്നറിയോ? അച്ഛന് ഇൻ്റർവ്യൂ കൊടുക്കുന്ന ചാനലുണ്ടല്ലോ, ഈ ചാനലിൽ ഒരു 4-5 മാസം മുൻപ്, 1 വർഷം മുൻപ് അച്ഛൻ കൊടുത്ത ഇൻ്റർവ്യൂ, ഒരു ദിവസം രേഷ്മ പി തങ്കച്ചനെ സപ്പോർട്ട് ചെയ്ത് അച്ഛൻ സംസാരിച്ച ഒരു 5 മിനിറ്റ് വീഡിയോ ഇടുമെങ്കിൽ അടുത്ത ദിവസം രേഷ്മ പി തങ്കച്ചനെ അച്ഛൻ വഴക്ക് പറയുന്ന അല്ലെങ്കിൽ ചീത്ത പറയുന്ന വീഡിയോ ആയിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ വീഡിയോ ചെയ്ത ഒരു ചാനലായിരുന്നു ഈ മെയിൻ സ്ട്രീം 1 എന്ന് പറയുന്ന അവരുടെ സബ് ചാനലായ മെയിൻ സ്ട്രീം 1 ലൈറ്റ്. ഓക്കെ, ഈ മെയിൻ സ്ട്രീം 1 ചാനലിൻ്റെ ഓണറുടെ നമ്പർ എന്തിനായിരുന്നു അച്ഛൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത്? അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി. അതെന്തിനായിരുന്നു അച്ഛോ? ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ആ അച്ഛൻ അതേ ചാനലിൻ്റെ ഒരു ആങ്കറിൻ്റെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ കുമ്പസരിക്കുന്ന കാണുമ്പോഴേ ശരിക്കും അച്ഛോ, നിങ്ങൾ എന്നെ ദേവൻ്റെ സഹോദരനാണ് എന്ന് പറഞ്ഞ ആ വാചകം ഉണ്ടല്ലോ, അതെനിക്ക് എന്നോട് ലജ്ജ തോന്നുകയാണ്. സത്യമായിട്ടും വളരെ വിഷമത്തോടെ പറയേണ്ടി വരികയാണ്.
എനിക്ക് എന്നോട് ലജ്ജ തോന്നുകയാണ്. ഒരു സമയത്ത് നിങ്ങളെ സോഷ്യൽ മീഡിയയ്ക്ക് ഇട്ടുകൊടുത്ത ചാനലാണ് ഈ പറയുന്ന മെയിൻ സ്ട്രീം. അതേ ചാനലിൽ താങ്കൾ ഈ കുമ്പസാരം നടത്തുന്നത് സമ്മതിക്കണം കേട്ടോ. ഈ ഒരു ഡബിൾ സ്റ്റാൻഡ് അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇത് ഒരു വൈദികന് ചേർന്ന നിലപാടല്ല. താങ്കളൊരു വൈദികനാണെന്നാണ് അറിയപ്പെടുന്നത്. കുഞ്ഞാടുകളെ ചേർത്ത് പിടിച്ചോളൂ, പക്ഷേ ചേർത്ത് പിടിക്കുമ്പോൾ എല്ലാവരും ചേർത്ത് പിടിക്കണം. അല്ലാതെ ഒരുത്തന്നെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തിട്ട് തെറ്റ് ചെയ്തവരെ ചേർത്ത് പിടിക്കുകയല്ല വേണ്ടത്. തെറ്റ് ചെയ്തവരെ ചേർത്ത് പിടിക്കുന്നതോടൊപ്പം ആ തെറ്റിനെ തിരുത്താൻ ശ്രമിച്ചവനും ചേർത്ത് പിടിക്കണം. അതാണ് ഒരു വൈദികൻ ചെയ്യേണ്ടത്. അത് മാത്രമാണ് ഒരു വൈദികൻ ചെയ്യേണ്ടത്. താങ്കളിപ്പോൾ രേണുവിനെ ചേർത്ത് പിടിച്ചതിനൊന്നും തെറ്റില്ല, അത് ശരിയായ കാര്യമാണ്. ചേർത്ത് പിടിക്കുക തന്നെ വേണം. പക്ഷേ ആ ചേർത്ത് പിടിച്ചതിനൊപ്പം താങ്കൾ ഇവിടെ ഒരാളെ ചവിട്ടി തള്ളി പറഞ്ഞു. യേശുവിനെ യൂദാസ് തള്ളി പറഞ്ഞ പോലെ കിച്ചുവിനെ ഫാദർ തള്ളി പറഞ്ഞു. ഓക്കെ, സമ്മതിക്കണം വെച്ചോ. താങ്കളെപ്പോലെ താങ്കൾക്ക് മാത്രമേ ആവാൻ പറ്റുള്ളൂ. വാസ്തവത്തിൽ ഞാനും രേണുസുധിയും തമ്മിൽ വ്യക്തിപരമായിട്ട് ഇന്ന് വരെ ഒരു സംസാരം ഉണ്ടായിട്ടില്ല. മുഖാമുഖം ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ആൾക്കാരെന്നെ, അതായത് ഇങ്ങനെ എന്താണ് പറയുക, ഇവിടെ വന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന മീഡിയ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഇന്റർവ്യൂ ചെയ്ത മീഡിയ ഈ സെയിം മീഡിയ ആണെന്ന് ഓർക്കണം. എന്തൊരു വിരോധാഭാസം അല്ലേ. അതേ മീഡിയയുടെ മുന്നിൽ നിന്നിട്ട് ഇന്ന് ഫാദർ സംസാരിക്കുന്ന വാചകങ്ങൾ, നിങ്ങൾ കേട്ട സോഷ്യൽ മീഡിയ കണ്ടതുപോലെ നിരവധി ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കുമ്പോൾ അതിന് പറഞ്ഞ ഉത്തരങ്ങളിലൂടെയാണ് ഞാനും രേണുസുധിയും തമ്മിൽ ആ ശത്രുത പോലെ ആകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. നാളിതുവരെ രേണുസുധിയും ഞാനുമായിട്ട് മുഖാമുഖം അവരുടെ ഫാമിലി ആയിട്ടോ രേണുസുധിയുമായിട്ടോ ഒന്ന് മുഖം കറുപ്പിച്ച് സംസാരിച്ചിട്ടില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോ കാണിച്ചു തരാം, ഒന്ന് കണ്ടു നോക്കാം. മനുഷ്യൻ കേൾക്കാൻ കൊള്ളാത്ത തെറിവാക്കുകളാണ് എന്നെ വിളിക്കുന്നത്. നാടക നടിയല്ലേ രേണുസുധി, നാടക നടിയല്ലേ? ബിഗ് ബോസിനകത്തോട്ട് കയറി ചെന്നപ്പോ എന്തോ പറഞ്ഞത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. സുധിയേട്ടാ ഞാൻ വന്നു. ഞാൻ സിംഗിൾ ജീവിതം നയിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ചുമ്മാ സൈബർ ഇടങ്ങളിൽ നിന്ന് നിങ്ങൾ എനിക്ക് മക്കളെ തരണ്ട. ഞാനൊരു സ്ത്രീ വിരോധിയുമല്ല, ഞാനൊരു ഗേയും അല്ല, ഞാനൊരു പുരുഷനാണ്. ഇതിൽ നിന്നൊക്കെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഫാദർ ഇപ്പോൾ പറയുന്നതാണോ ശരി, അതോ ഫാദർ പണ്ട് പറഞ്ഞിരുന്നതാണോ ശരി? ഇനിയുള്ള വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല. ഫാദർ ഈ ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്, കിച്ചു ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. ഫാദറിനോടൊരു ചോദ്യം, ഇത്രയും കാലത്തിനിടയ്ക്ക് ഫാദർ കിച്ചുവിന് ആ വീഡിയോ കൊടുത്തിട്ട് ഏകദേശം 3 വർഷമായി, അല്ലെങ്കിൽ 2 വർഷമായി, 2.5 വർഷമായി. ഇത്രയും കാലത്തിനിടയ്ക്ക് എന്നെങ്കിലും കിച്ചു അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഫാദർ നെഞ്ചിൽ കൈവച്ച് മനസാക്ഷിയോട് ചോദിച്ചു പറയണം. ഫാദർ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ കൊടുത്തത് എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ് എന്നൊന്നും എനിക്കറിയത്തില്ല. ഫാദർ ചെയ്ത ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായിരിക്കും ആ പൊന്നുമോനെ സോഷ്യൽ മീഡിയയ്ക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടി ഫാദർ കൂട്ടുനിന്നത്. ഈ ഇൻ്റർവ്യൂവിൻ്റെ പിന്നിലുള്ള കഥ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ രേഷ്മാബി തങ്കച്ചൻ കെട്ടിത്തൂങ്ങി എന്ന് പറഞ്ഞൊരു വാർത്ത പ്രചരിപ്പിച്ചു. അതിന് കാരണം കിച്ചുവിൻ്റെ വീഡിയോ ആണെന്ന് വരെ നരേഷൻ ഉണ്ടായി. അതിനൊരു ബാക്ക് ഫയറിംഗ് ഉണ്ടായിരുന്നു. രേഷ്മാബി തങ്കച്ചനെ ബാക്ക് ഫയർ ചെയ്തു, തിരിച്ചടിച്ചു. അതിന് മുൻപ് കിച്ചു വന്നില്ല എന്ന് പറഞ്ഞ് കാണിച്ച ആ ഒരു നാടകം, ഇത് രണ്ടും ബാക്ക് ഫയർ ചെയ്തപ്പോൾ രേഷ്മാബി തങ്കച്ചന് തോന്നി, ഇനി ഞാൻ വീഡിയോ ചെയ്താൽ അത് തിരിച്ചടികൾ ഇഷ്ടംപോലെ ഉണ്ടാവുമെന്ന് മനസ്സിലായിട്ട് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അതിനുവേണ്ടി തിരഞ്ഞെടുത്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് ബിഷപ്പ് ഫാദർ നോബൽ ഫിലിപ്പ് അമ്പലവേലിലായിരുന്നു. ഒന്നുകിൽ ഫാദർ അവരുടെ വാക്കുകളിൽ വീണു, അല്ലെങ്കിൽ ഫാദറിന് അവരോട് സഹതാപം തോന്നി. എന്തിനു വേണ്ടിയാണെങ്കിലും ഫാദർ ചെയ്ത ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായിരിക്കും അച്ഛനും അമ്മയും ഇല്ലാത്ത ആ പൊന്നുമോനെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തത്. ഇത് ഫാദർ എന്തെങ്കിലും മനസ്സിലാക്കും, എന്നെങ്കിലും. വളരെ വിഷമത്തോടെ പറയേണ്ടി വരികയാണ്, വളരെ വിഷമത്തോടെ. കാരണം എൻ്റെ അനിയൻ്റെ പ്രായം അവനുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അവന് വേണ്ടി സംസാരിക്കുന്നത്. വീണ്ടും പറയുന്നു, അവൻ്റെ കുട്ടിക്കാലത്ത് തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ ഭീഷണിപ്പെടുത്തുന്നവനെ, അവൻ്റെ ഭാവി ഇല്ലാതാവുന്ന ലെവലിലുള്ള തെറ്റുകൾ അവൻ ചെയ്തിട്ടുണ്ട്. ഏറ്റവും എക്സ്ട്രീം പറയാൻ പറ്റുന്ന തെറ്റെന്താണ്? അവനൊരു പെണ്ണിനെ കയറി പിടിച്ചു. ഇതല്ലേ പറയാൻ പറ്റുന്നത്? അല്ലേ? അതിന് കാരണം എന്തായിരിക്കും ഫാദർ? അങ്ങനെ ഒരു തെറ്റവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്തായിരിക്കും? നല്ല പാരൻറ്റിങ്ങിൻ്റെ അഭാവം, രക്ഷകർത്താക്കളുടെ ശ്രദ്ധയില്ലായ്മ. അതുകൊണ്ട് ആ പ്രായത്തിൽ അവൻ ഇല്ലാണ്ടായിരുന്നു, അവൻ നശിച്ചു പോയിരുന്നു. ആ നശിച്ചു പോയിരുന്നിടത്ത് നിന്ന് അവൻ്റെ ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവനെ വെറുതെ വിട്ടേക്ക്. പറഞ്ഞല്ലോ, രേഷ്മാബി തങ്കച്ചൻ കേൾക്കുന്ന ഓരോ വാചകങ്ങളും, ഓരോ പ്രശ്നങ്ങളും, ഓരോ ആരോപണങ്ങളും അവർ ചെയ്തു വെച്ചതിൻ്റെയാണ്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെയാണ്, അവർ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്നതിൻ്റെയാണ്, കാണിച്ചിട്ടുള്ളതിൻ്റെയാണ്. അല്ലാതെ ഒരാൾക്കും, ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കോ അവരെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്കോ ആർക്കും തന്നെ അവരോട് വ്യക്തിപരമായിട്ട് യാതൊരു ദേഷ്യം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവർ ചെയ്തു കൂട്ടിയതിനെതിരെയാണ് ആൾക്കാരുടെ സംസാരം. അതിനെ തിരുത്താനാണ് കിച്ചു ശ്രമിച്ചത്. അപ്പോൾ ഫാദർ ഇപ്പോൾ ചെയ്യുന്നത് 100-110% തെറ്റാണ് ഫാദർ. എന്നിട്ട് തിരുത്താൻ പറ്റുമെങ്കിൽ തിരുത്ത്, അല്ലെങ്കിൽ താങ്കളോട് ദൈവം ചോദിക്കും. ഒരു ദൈവപുത്രനാണ് താങ്കളോട് ദൈവം ചോദിക്കും. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.